കൊടുക്കുകയാണ്. ഈജിപ്ത് ഭരിച്ചിരുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഒരു പള്ളി പുനർനിർമ്മിക്കുവാനും വിപുലീകരിക്കുവാനും അദ്ദേഹം തീരുമാനിക്കുകയാ. വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ ചുറ്റുഭാഗത്തുമുള്ള മുഴുവൻ ആളുകളുടെയും വീടുകൾ അവർ പറഞ്ഞുകൊടുത്ത വിലയ്ക്ക് തന്നെ അദ്ദേഹം വാങ്ങി. അവസാനം ഒരു ക്രിസ്ത്യാനികളിൽ തന്നെ താഴ്ന്ന വംശജയായ ഒരു കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഒരു വൃദ്ധ മാത്രം വീട് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ 3 ഇരട്ടി വില തന്നുകൊണ്ട് ഞാൻ അതിനെ വാങ്ങുവാൻ തയ്യാറാണ്. ക്രിസ്ത്യാനിയായ വൃദ്ധ സമ്മതിക്കുന്നില്ല. ഇല്ല, ഞാൻ വിട്ടുതരില്ല, എനിക്കാകെയുള്ള കിടപ്പാടമാണിത്, ഇത് ഞാൻ വിട്ടുതരികയില്ല. ഒരുപാട് തവണ ആ വൃദ്ധയോട് അംർ പറയുന്നുണ്ട്. പക്ഷേ അംറിന്റെ വാദങ്ങളോട് ആ ക്രിസ്ത്യാനിയായ വൃദ്ധ സമ്മതിക്കുന്നില്ല. അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായ അംർ അവരുടെ കൈകളിലോട്ട് ആ വീടിന്റെ വിലയെന്ന് വെച്ചു കൊടുത്തിട്ട് ബലാത്കാരമായിട്ടതങ്ങ് പിടിച്ചു പറിക്കുകയാ. ആ പാവം വൃദ്ധ എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ കുടുംബക്കാരോടും പരിചയക്കാരോടും ചെന്നുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരി എന്റെ വീട് ബലാത്കാരമായി പിടിച്ചു പറിച്ചുവെന്ന് പരാതി പറയുമ്പോ ആ ക്രിസ്ത്യാനിയുടെ കുടുംബക്കാര് പറയുന്നുണ്ട്, നിങ്ങൾ മദീനയിലോട്ട് പോവുക, നിങ്ങൾ മദീനയിലോട്ട് പോയിട്ട് ഈ അംറിനെ ഭരിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, ഒരു നീതിമാനായ നായകനുണ്ടല്ലോ, ഖലീഫ ഉമറുണ്ടല്ലോ, ഉമറിന്റെ അടുക്കലോട്ട് നിങ്ങൾ ചെന്നുകൊണ്ട് പരാതിപ്പെടണേ. ആ വൃദ്ധയായ പെണ്ണ് വടിയം കുത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ മദീനയിലോട്ട് ചെല്ലുകയാ. ഉമറിന്റെ കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ ചെന്നുകൊണ്ട് അംർ തന്നിൽ നിന്നും വീട് പറിച്ച കാര്യം പറയുകയാ. മഹാനായ ഖലീഫ ഉമർ അത് കേൾക്കേണ്ട താമസം ഒരു കടലാസിൽ അവർക്കൊരു ലെറ്റർ കൊടുക്കുകയാ. നിങ്ങളിത് അംറിന് കൊണ്ടുപോയി കൊടുക്കുക. ഈജിപ്തിന്റെ ഗവർണറാകുന്ന അംറിന്റെ കയ്യിലോട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെടുകയാ. എന്താണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെന്നറിയാതെ ആ കത്തുമായിട്ട് ആ വൃദ്ധ അംറിന്റെ അടുക്കലോട്ട് വരികയാ. അംറിന്റെ മുമ്പിലെത്തിയിട്ട്, അംറേ, ഇത് മദീനത്തെ നേതാവ്, നിന്റെ നേതാവായ ഉമറുണ്ടല്ലോ, ഉമർ തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോ അംറ കത്ത് വാങ്ങി തുറന്നു നോക്കുമ്പോ അംറിന്റെ തൊണ്ടയെന്ന് വരടുകയാ. കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോവുകയാണ്. മുഖമെന്ന് വിളറി വിയർക്കുകയാണ്. എന്താ കത്തിലെഴുതിയതെന്നറിയുമോ? അംറേ, ഇവന്റെ ഈ വൃദ്ധയായ പെണ്ണിന്റെ ഭൂമി പിടിച്ചു പറിക്കാൻ, ആ വീട് വാങ്ങിക്കൊണ്ട് പള്ളി പണിയുവാൻ നിനക്കാരാണ് അവകാശം തന്നത്? അവരുടെ സ്ഥലമെന്ന് തിരിച്ചു കൊടുക്കുക, അവിടെ പണിത പള്ളി അങ്ങ് പൊളിച്ചു കളയുക. കണ്ടോ ഇസ്ലാം എന്താ? ഒരു തർക്കഭൂമി കടന്നു വന്നാൽ മറ്റുള്ളവന്റെ സ്ഥലത്താണ് പള്ളി പണിതെങ്കില് അവന്റെ അനുവാദമില്ലെങ്കിൽ ആ പള്ളി അങ്ങ് പൊളിച്ചു കളയാൻ ഉമർ പറയുകയാ. ആ വൃദ്ധയുടെ സ്ഥലത്ത് പണിത പള്ളിയുണ്ടല്ലോ, ആ പള്ളി അങ്ങ് പൊളിച്ചു കളഞ്ഞേക്കുക, എന്നിട്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കുക, അതിന്റെ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ മഹാനായ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തുവെങ്കിൽ ഇതാണ് ഇസ്ലാം. ഇസ്ലാമിൽ തർക്കഭൂമികളും വേണ്ട, മറ്റുള്ളവരുടെ ആരാധനാലയം നിന്ന ഭൂമി ഇസ്ലാമിന് വേണ്ട. എന്നാൽ അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി ആരെങ്കിലും ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമിയുണ്ടല്ലോ, അതൊരിക്കലും വിട്ടുകൊടുക്കാൻ, അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കാരണം ഒരിക്കൽ പള്ളിയായ ഭൂമി അത് ലോകാവസാനം വരെ പള്ളിയാ. അങ്ങനെയുള്ള പള്ളിയായ ബാബരി മസ്ജിദ് 1528 ബാബറിന്റെ സൈനിക മേധാവിയായിരുന്ന മീർ ബാഖിയാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത്. ബാബരി മസ്ജിദ് നിലകൊള്ളുന്ന അയോധ്യയിൽ ബാബർ ഒരിക്കൽ പോലും കടന്നു വന്നിട്ടില്ല. ഇന്ന് ബാബറിനെ ഭീകരവാദിയാക്കുമ്പോ, ഇന്ന് ബാബറിനെ വർഗീയവാദിയാക്കുമ്പോ ആരാ ബാബർ എന്നറിയുമോ? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് മഹാനായ മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ. ഇന്ന് ഔറംഗസേബ് റഹ്മത്തുള്ളാഹിയെ ഭീകരവാദിയായി
മഹാനായി ചിത്രീകരിക്കുമ്പോ ആരാ ഔറംഗസേബ് എന്നറിയുമോ? തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും ജീവിച്ചു പോകുന്ന മനുഷ്യനാണ് ഔറംഗസേബ്. തന്റെ രാജകൊട്ടാരത്തിന്റെ ഖജനാവിൽ നിന്ന് തനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു നയാ പൈസ പോലും എടുക്കാതെ അത് മുഴുവനും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച മഹാനായ ഔറംഗസേബ് റഹ്മഹുല്ലാഹ്. ആ മഹാനെയാണ് ഇന്ന് വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ നമ്മുടെ അവകാശങ്ങളെ ദംശിക്കുന്ന ഒരു റിപ്പബ്ലിക്കാണ് കടന്നു വന്നിരിക്കുന്നത്. 1000 കള്ളങ്ങൾ പണി പറഞ്ഞുകൊണ്ട് എത്രയെത്ര ക്ഷേത്രങ്ങൾ നിങ്ങൾ പൊക്കിപ്പണിതാലും നിങ്ങളുടെ രാമൻ എവിടെ ഉണ്ടാകുമോ? ആരാ രാമൻ എന്നറിയുമോ? തന്റെ പിതാവിന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ, തന്റെ പിതാവിന്റെ വരം നിറവേറ്റുവാൻ വേണ്ടി അനുജന് വേണ്ടി രാജകൊട്ടാരം കൊടുത്ത, രാജ്യത്തിന്റെ ഭൂമി കൊടുത്ത, രാജ്യനിവാസികളെ വിട്ടുകൊടുത്ത് അവസാനം കാട്ടിൽ പോയി 12 വർഷക്കാലം ജീവിതം നയിച്ചവനാണ് രാമൻ. തന്റെ അച്ഛനു വേണ്ടി രാജകൊട്ടാരവും രാജ്യവും വിട്ടുകൊടുത്ത് കാട്ടിൽ പോയി ജീവിതം നയിച്ചയാളാണ് ആ രാമൻ. അങ്ങനെയുള്ള രാമൻ ഈ പിടിച്ചുപറിച്ച ബാബരിയുടെ മണ്ണിൽ നിങ്ങൾ ക്ഷേത്രം പണിതാൽ, ഏത് വലിയ ആളെ കൊണ്ടുവന്ന് ക്ഷേത്രം പണിയിപ്പിച്ചാലും, ഏത് വലിയ പ്രതിഷ്ഠകൾ നടത്തിയാലും ആ അമ്പലത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് രാമൻ ഉണ്ടാവുക? രാമൻ നീതിമാനാണ്. വാൽമീകി മഹർഷിയുടെ മനസ്സിലാണ് രാമൻ ജനിച്ചു വീണത്. രാമന്റെ ജനനസ്ഥലമായിട്ട് നേപ്പാൾ പറയുന്നുണ്ട്, ഇന്ത്യയിലെ പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. രാമൻ ജനിച്ചോ എന്ന് പോലും ഇതിഹാസത്തിന്റെ വൃത്താണ്, കെട്ടുകഥയാണ്. എന്നല്ല, വാൽമീകി മഹർഷിയുടെ മനസ്സിൽ നിന്നും ഉടലെടുത്ത ഒരു കഥാപാത്രമാണ് രാമൻ. തുളസീദാസിന്റെ രാമചരിതമാനസമുണ്ട്, പാകിസ്ഥാനിൽ രാമായണമുണ്ട്, ഇന്തോനേഷ്യയിൽ രാമായണമുണ്ട്. അവിടെ രാമൻ വില്ലനും രാവണൻ നായകനുമാണ്. 12ഓളം രാമായണങ്ങളുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അതിൽ പലതിലും രാമൻ വില്ലനാണ്, രാമൻ ക്രൂരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന രാമായണങ്ങളുണ്ട്. ഇങ്ങനെ പലതുമുള്ളതിനോടൊപ്പം നമ്മൾ ചോദിക്കുകയാണ്, സ്വന്തം അനുജന് വേണ്ടി രാജ്യം വിട്ടുകൊടുത്ത രാമൻ എങ്ങനെയാണ് തർക്കഭൂമിയിൽ, ഒരു മസ്ജിദിന്റെ ഭൂമിയിൽ അമ്പലം പണിതാൽ അവിടെ എങ്ങനെയാണ് രാമൻ കയറിയിരിക്കുക? ഇന്നെല്ലാം തലകീഴായി മറിഞ്ഞു. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ ശ്രീകോവിലായ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി തന്ത്രിയെ കൊണ്ടുവരുന്നു, അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിയെ കൊണ്ടുവരുന്നു. എല്ലാം തലകീഴായി. രാജ്യത്തിന്റെ പാർലമെന്റ് ഹൈന്ദവ സന്യാസിമാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു മതവിഭാഗത്തിന്റെ ക്ഷേത്രം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. രാഷ്ട്രീയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രാമനും ഇവർക്ക് പ്രശ്നമല്ല, ഒരു ദൈവവും ഇവർക്ക് പ്രശ്നമല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരു മതത്തിന്റെ അവകാശത്തെ ദംശിക്കുന്ന ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുപോയതെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലാ യസാലു ബുനിയാനുമുല്ലദീ ബനൂ റീബതൻ ഫീ ഖുലൂബിഹിം. അവർ സ്ഥാപിച്ച അവരുടെ കെട്ടിടമുണ്ടല്ലോ, അവരുടെ രാമക്ഷേത്രമുണ്ടല്ലോ, ആ ക്ഷേത്രങ്ങളിൽ അവർ കടക്കുന്നത് ഭയത്തോടുകൂടി അല്ലാതെ കടക്കില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അവര് കെട്ടിപ്പൊക്കിയ അവരുടെ കെട്ടിടങ്ങളുണ്ടല്ലോ, ലാ യസാലു ബുനിയാനുഹുമുല്ലദീ ബനൂ റീബതൻ ഫീ ഖുലൂബിഹിം. ആ കെട്ടിടങ്ങളുടെ ഉള്ളിൽ അവർക്ക് ആശങ്കയോടുകൂടിയല്ലാതെ 1000 കള്ളങ്ങൾ പറഞ്ഞതിന്റെ മുകളിൽ ഗോപുരങ്ങൾ നാട്ടിക്കൊണ്ട് ക്ഷേത്രങ്ങൾ പണിതവരെ, നിങ്ങളെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആനിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം നടത്തിയാണ്. ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ അവർക്ക് ഭയത്തോടുകൂടിയല്ലാതെ കടന്നു ചെല്ലാൻ കഴിയില്ല. അവരുടെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണങ്ങളായിട്ട് മുറിക്കപ്പെടുന്ന കാലം വരാനുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തി പള്ളി പണിതതിന് ഒരു തെളിവുകളുമില്ല. ഇപ്പോൾ ഇന്നു മുതൽ അടുത്തത് വന്നിരിക്കുകയാണ്. ബാബരി കഴിഞ്ഞപ്പോൾ, ബാബരി ഉദ്ഘാടനം ചെയ്തപ്പോൾ, രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? മധുര വ കാശി ബാക്കി ഹേ.
മധുരയും കാശിയിലെയും പള്ളികൾ ബാക്കിയായിട്ടുണ്ട്, അതും ഞങ്ങൾ പൊളിക്കും. ഗ്യാൻവാപ്പി മസ്ജിദ് അത് ക്ഷേത്രമായിരുന്നുവെന്ന് അടുത്ത പ്രഖ്യാപനം വരികയാ. ചില മുസ്ലിം നാമധാരികളായ വിവരദോഷികളായ വിഡ്ഢികളായ ആളുകൾ പറഞ്ഞത് ബാബരി മസ്ജിദ് അങ്ങ് വിട്ടുകൊടുത്തൂടെ, ഈ പ്രശ്നം അവസാനിക്കില്ല എന്ന. അവർക്കുള്ള മറുപടിയാണ് ഈ കടന്നു വരുന്നത്. ഒരു ബാബരി കൊണ്ട് അവസാനിക്കുന്നതല്ല ഇവരുടെ ഈ ഗൂഢാലോചന. ഒരു ബാബരി വിട്ടുകൊടുത്താൽ തീരുന്നതല്ല ഇവരുടെ പ്രശ്നം. ബാബരി കഴിഞ്ഞാൽ കാശിയിലേക്ക് വരും, കാശി കഴിഞ്ഞാൽ മധുരയിലേക്ക് വരും. ഈ രാജ്യത്ത് നിന്ന് ഇസ്ലാമിന്റെ മുഴുവൻ ചിഹ്നങ്ങളും തൂത്ത് വലിച്ച് ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് ചണ്ടികളാക്കി വലിച്ചെറിയുവാൻ വേണ്ടിയുള്ള ഇവരുടെ കളികളാണ് ഈ നടക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ചില മമ്മദുമാര് പറയുകയാണ് ഹിന്ദുക്കൾക്ക് അവരുടെ മുഴുവൻ ക്ഷേത്രങ്ങളായിരുന്ന പള്ളികളും വിട്ടുകൊടുക്കണം. ഞാനൊന്ന് പറയട്ടെ, ഏതെങ്കിലും പള്ളികൾ ക്ഷേത്രമാവുകയും ആ ക്ഷേത്രം പൊളിച്ചുകൊണ്ട് ഏതെങ്കിലും പള്ളികൾ പണിത് അവിടെ സുജൂദ് ചെയ്താൽ വല്ലാഹി വല്ലാഹ് അവിടുത്തെ ഒരു സുജൂദും പടക്കവും സ്വീകരിക്കൂല. അങ്ങനെയുള്ള പള്ളികൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ട. ഇതൊരു തെളിവുമില്ലാതെ സുപ്രീം കോടതി പോലും പറയുകയാണ് അവിടെ ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടം പോലും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ബാബരി മസ്ജിദ്, ഞാനിത് പറയുന്നത് ഒരു റിപ്പബ്ലിക് കൂടി കടന്നു വരുമ്പോൾ ഭരണഘടന നമ്മളെ ഭരിക്കാത്തതിന്റെ ഉദാഹരണം ഞാൻ പറയുകയാ. നമുക്കൊന്നും ഒരു വികാരമാണ്. ബാബരി മസ്ജിദ് പൊളിക്കുന്നത് 1992 ഡിസംബർ 6-നാണ്. ഞാൻ ജനിക്കുന്നത് 1993 മെയ് 30-നാണ്. ഞാൻ എന്റെ ഉമ്മാന്റെ ഉദരത്തിൽ ഭ്രൂണമായി കഴിയുന്ന സമയത്ത് പൊളിക്കപ്പെട്ട ഒരു പള്ളിയുടെ പേരിൽ 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ഇത്രയും വികാരമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ തലമുറകൾ അണയാതെ കെടാതെ അതിന്റെ ദീപശിഖ നമ്മളിലേക്ക് കൈമാറി തന്നതിന്റെ കാരണം കൊണ്ട് തന്നെയാ. ഇതൊരു പള്ളി പൊളിച്ചതിന്റെ വികാരമല്ല, മറിച്ച് നമ്മുടെ ഭരണഘടനയെ അവർ ധ്വംസിച്ചതിന്റെ വികാരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമായ, ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുടെ വക്താക്കളായ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശവമഞ്ചിലിൽ അവർ അടിച്ച അവസാനത്തെ ആണിയാണ് രാമക്ഷേത്രം ബാബരി മസ്ജിദിന്റെ പൊളിക്കലിലൂടെ സംഭവിച്ചത്. ഒരു പള്ളി പോയാൽ 100 പള്ളികൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി അന്ന് നേതൃത്വം കൊടുത്ത പിന്നീട് മുസ്ലിമായ ബീർബൽ എന്ന് പറയുന്ന വ്യക്തി 100 പള്ളികൾ പൊളിച്ച് പണിതിട്ടാണ്, പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഒരു പള്ളിയുടെ പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ അന്തസ്സത്തയായ ആത്മാവായ ഭരണഘടനയെ മാനിക്കാതെയുള്ള ഭരണാധികാരികൾക്കെതിരെയുള്ള വികാരമാണ്. ഇൻഷാ അല്ലാഹ് ബാബരിയുടെ മണ്ണ് ഇന്നലെയും മസ്ജിദിന്റേതാണ്, ഇന്നും മസ്ജിദിന്റേതാണ്, നാളെയും അത് മസ്ജിദിന്റേതായിരിക്കും. നമ്മുടെ ഈ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു സുമോഹനമായ ഭരണം ഈ രാജ്യത്ത് ഇന്ത്യയിൽ നടക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനുസരിച്ച് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി ഈസാ നബിക്ക് വഴിപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുമോഹനമായ, ആ സുന്ദരമായ, നീതിയിൽ അധിഷ്ഠിതമായ ഒരു നല്ല നാളേക്ക് വേണ്ടി ഈ ഓർമ്മകൾ, നമുക്ക് സംഭവിച്ച ഈ അപജയം, നമ്മെ തകർത്തെറിയുന്ന ഇവരുടെ ഈ പ്രക്രിയകൾ വരും തലമുറയ്ക്ക് കാലങ്ങളായിട്ട് ഇനിയും ഡിസംബർ 6 നമ്മുടെ ഈ പ്രഭാഷണങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്, തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ചരിത്രത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന, നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ വലിയ പ്രശ്നം മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. ഭരണഘടന എന്നാണോ പേപ്പറുകളിലെ അക്ഷരങ്ങളായി മാറുന്നത്, അതൊരു രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണമാണ്. ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരമായിട്ട് ഭരണഘടന നോക്കുകുത്തിയാകുന്നത് രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണമാണ്. ഇതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ, ഇസ്ലാമിന്റെ ഭരണഘടനയായ പരിശുദ്ധമായ ഖുർആനിലെ വെള്ള പേപ്പറിൽ കോറിയിട്ട കറുത്ത അക്ഷരങ്ങളായിട്ട് ഖുർആന്റെ ആയത്തുകൾ മാറിയിരിക്കുന്നത്. അത് മുസ്ലിമിന്റെയും തകർച്ചയുടെ കാരണമാണ്.
ഒരു ഭരണഘടന നശിച്ചാൽ രാജ്യം എങ്ങനെയാണോ നശിക്കുക, അതുപോലെ പരിശുദ്ധമായ ഖുർആനുമായിട്ട് ബന്ധമില്ലെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമെ, നിന്റെ ഈമാനും തകർന്നടിഞ്ഞു പോകും എന്നതിൽ സംശയമില്ല. ആ ഈമാനിനെ പുതുക്കേണ്ട, പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്കേണ്ട ഏറ്റവും നല്ല മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും പടച്ചവൻ നല്ല